രാജേന്ദ്രത്തിലേക്ക് സ്വാഗതം. ആദ്യം 7 മണിക്കൂറിലെ പ്രധാന തലക്കെട്ടുകൾ. हमारी बहनों की मांग का सिंदूर उजाड़ दिया था. वो गोलियां पहलगाम में चली थी, लेकिन उन गोलियों से 140 करोड़ देशवासियों का सीना छलनी हुआ था. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ നടക്കുന്ന ഓർമ്മകൾക്ക് 1 മാസം. പാകിസ്ഥാന് ശക്തമായ താക്കീതുമായി പ്രധാനമന്ത്രി. ആണവ ബോംബ് കാട്ടി പേടിപ്പിക്കേണ്ട. ഭീകരതയ്ക്കെതിരായ നയം ഓപ്പറേഷൻ സിന്ദൂർ മാറ്റിയെഴുതിയെന്നും പ്രധാനമന്ത്രി. ഭീകരതയും ചർച്ചയും ഒരുമിച്ച് വേണ്ട എന്നാവർത്തിച്ച് വിദേശകാര്യ മന്ത്രാലയം. ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റ് വേട്ട. ഒരു ഭീകരനെ വധിച്ച് ആയുധങ്ങൾ പിടിച്ചെടുത്ത സുരക്ഷാസേന. കിഷ്ത്വാർ ഏറ്റുമുട്ടലിൽ പരിക്കേറ്റ സൈനികന് വീരമൃത്യു. 2 ഭീകരരെ വധിച്ച് സൈന്യം. റെയിൽവേ സ്റ്റേഷനുകളിൽ മാറ്റത്തിന്റെ ചൂളം വിളി. നവീകരിച്ച സ്റ്റേഷനുകൾ നാടിന് സമർപ്പിച്ച് പ്രധാനമന്ത്രി. ചിറയൻകീഴും വടകരയും മാഹിയും ഇനി അമൃത് ഭാരത് സ്റ്റേഷനുകളുടെ ശൃംഖലയിൽ. രാജസ്ഥാനിൽ 26,000 കോടിയുടെ വികസന കുതിപ്പിന് തിരിതെളിയിച്ച് നരേന്ദ്രമോദി. അമേരിക്കയിൽ ഇസ്രയേൽ നയതന്ത്രജ്ഞരെ വെടിവെച്ച് കൊന്നു. അക്രമികൾ എത്തിയത് പലസ്തീൻ അനുകൂല മുദ്രാവാക്യം മുഴക്കി. സംഭവം വാഷിംഗ്ടൺ DC-യിലെ ജൂത മ്യൂസിയത്തിന് സമീപം. റിപ്പോർട്ടുകളിലേക്ക്. പഹൽഗാം ഭീകരാക്രമണത്തിന് 1 മാസമാകുന്നു. കശ്മീർ താഴ്വരയിൽ അവധി ആഘോഷത്തിൽ അമർന്ന സാധാരണക്കാരെ കൊന്നുവീഴ്ത്തിയ കൊടും ഭീകരത കാലം എത്ര പിന്നിട്ടാലും മറക്കാനാവില്ല. പാക് ഭീകര കേന്ദ്രങ്ങൾ തച്ചു തകർത്തായിരുന്നു ഭാരതത്തിന്റെ മറുപടി. സിന്ദൂരം മായ്ച്ചവരുടെ അടിവേര് മായ്ച്ച് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ നമ്മൾ നേടിയെടുത്തു. നട്ടുച്ച പിന്നിട്ട ഏപ്രിൽ 22. പച്ചപുതച്ച കശ്മീരിന്റെ മഞ്ഞുകുളിരുന്ന താഴ്വരയിൽ പറന്നു പടർന്നു അവർ. പൊടുന്നനെ തിരക്കിട്ടു വന്ന കൊടും ഭീകരത. തോക്കുമുന നെറ്റിമുട്ടിച്ച് തലച്ചോറ് ചിതറിച്ച കാടത്തം. बैठो 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 आराम से बैठो. फायरिंग कर रहे हैं वो लोग. हाँ फायरिंग कर रहे हैं. चोट है. हम लोग बैठो बैठो हम लोग फौज है. बैठो बैठो. अरे हम लोग फौजी हैं, कुछ नहीं करेंगे. आपकी सेफ्टी के लिए आए हैं. आपकी सेफ्टी. മധുവിധു ചിരിവറ്റി പ്രിയപ്പെട്ടവന്റെ നിലച്ച ദേഹത്തിനരികെ മരവിച്ചിരുന്നവൾ പറിച്ചെടുത്തത് ഭാരതത്തിന്റെ ഹൃദയത്തെയാണ്. മക്കൾക്കും പേരക്കുട്ടികൾക്കുമൊപ്പം പ്രായം മറന്നുല്ലസിച്ച രാമചന്ദ്രന്മാർ ചോര തെറിച്ച് വീണുടഞ്ഞത് ഭാരതത്തിന്റെ കൈകളിലാണ്. ഒരു മാസമാകുന്നു. അന്നു കേട്ട വെടിയൊച്ചകൾ
കാതുമുള്ളും തുളച്ചതിൻ്റെ ഓർമ്മകൾക്ക്, ഉറ്റവരുടെ കൺമുന്നിൽ ഉയിരെടുത്തവരോടുള്ള വെറുപ്പിന്റെ വേദനകൾക്ക്. പാകിസ്ഥാൻ പരവതാനി വിരിച്ചിട്ട പറുദീസകളിൽ ഒളിച്ചിരുന്നവരെ ഉന്നമിട്ട മിസൈലുകൾ പകരം ചോദിച്ചു. ചതിയന്മാരുടെ ഉടലുമുലകവും വെന്തു ചാരമായി. ചോരച്ചൂടാറും മുൻപേ കരയാൻ പോലുമാകാതെ പകച്ചു വിറച്ചവരോട് നിന്റെ മോദിയോട് ചെന്നു പറയൂ എന്നാക്രോശിച്ചവരോടാണ്. മോദി അതറിഞ്ഞതിൻ്റെ മറുപടിയാണ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ട സ്വസ്ഥത. ന്യൂസ് ഡെസ്ക് ജനം TV. ഭാരതത്തിന്റെ രക്തം കൊണ്ട് കളിക്കുന്നതിന് പാകിസ്ഥാൻ വില നൽകേണ്ടി വരുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലോകത്തിലെ ഒരു ശക്തിക്കും ഭാരതത്തെ പിന്തിരിപ്പിക്കാൻ സാധിക്കില്ല. 3 സേനകളും ചേർന്ന് ചക്രവ്യൂഹം തീർത്ത് പാകിസ്ഥാനെ മുട്ടുകുത്തിച്ചു. തന്റെ സിരകളിൽ ഒഴുകുന്നത് രക്തമല്ല, ചൂടുള്ള സിന്ദൂരമാണെന്നും രാജസ്ഥാനിലെ ബിക്കാനീറിൽ നടന്ന പൊതുപരിപാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഓരോ ഭീകരാക്രമണത്തിനും പാകിസ്ഥാന്റെ സൈന്യത്തിനും സമ്പദ് വ്യവസ്ഥയ്ക്കും തിരിച്ചടിയുണ്ടാകും. പാകിസ്ഥാനുമായി മറ്റൊരു ചർച്ചകൾക്കുമില്ല. ഭാരതം ചർച്ച ചെയ്യുന്നുണ്ടെങ്കിൽ അത് പാക് അധിനിവേശ കാശ്മീർ സംബന്ധിച്ച് മാത്രമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. പാകിസ്ഥാന് ഇന്ത്യയുടെ വെള്ളം ലഭിക്കില്ല. ഭാരതത്തിന്റെ രക്തം കൊണ്ട് കളിക്കുന്നതിന് പാകിസ്ഥാൻ വില നൽകേണ്ടി വരും. ഇതാണ് പുതിയ ഇന്ത്യയുടെ തീരുമാനമെന്നും ലോകത്തിലെ ഒരു ശക്തിക്കും നമ്മെ പിന്തിരിപ്പിക്കാൻ കഴിയില്ലെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. പാകിസ്ഥാൻ के साथ न ट्रेड होगा न टॉक. अगर बात होगी तो सिर्फ पाकिस्तान के कब्जे वाले कश्मीर की, पीओके की. पाकिस्तान को भारत के हक का पानी नहीं मिलेगा. भारतीयों के खून से खेलना पाकिस्तान को महंगा पड़ेगा. ये भारत का संकल्प है और दुनिया की कोई ताकत हमें इस संकल्प से डिगा नहीं सकती है. സിന്ദൂരം മായ്ക്കാൻ പുറപ്പെട്ടവരെ മണ്ണിൽ ചേർത്തു. ഭാരതം മൗനമായി നിൽക്കുമെന്ന് കരുതിയവർ ഇന്ന് ഒളിവിലാണ്. പാകിസ്ഥാൻ ഒരു കാര്യം മറന്നു. മോദിയുടെ മനസ്സ് തണുത്തതാണ്, പക്ഷേ സിരകളിൽ ഒഴുകുന്നത് ചൂടുള്ള സിന്ദൂരമാണ്. मोदी का दिमाग ठंडा है, ठंडा रहता है, लेकिन मोदी का लहू गर्म होता है. और अब तो मोदी की नसों में लहू नहीं, गरम सिंदूर बह रहा है. സഹോദരിമാരുടെ മതം ചോദിച്ച് അവരുടെ നെറ്റിയിലെ സിന്ദൂരം മായ്ച്ചു. 140 കോടി ജനങ്ങൾക്കും പൊറുക്കാനായില്ല ആ തെറ്റ്. ഒടുവിൽ 3 സേനകളും ചേർന്ന് ചക്രവ്യൂഹം തീർത്ത് പാകിസ്ഥാനെ മുട്ടുകുത്തിച്ചതായി പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. हमारी बहनों की मांग का सिंदूर उजाड़ दिया था, लेकिन उन गोलियों से 140 करोड़ देशवासियों का सीना छलनी हुआ था. हमारी सरकार ने तीनों सेनाओं को खुली छूट दे दी थी और तीनों सेनाओं ने मिलकर ऐसा चक्रव्यूह रचा कि पाकिस्तान को घुटने टेकने के लिए मजबूर कर दिया. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇതാദ്യമായാണ് പാകിസ്ഥാനെതിരെ പൊതുവേദിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രൂക്ഷ വിമർശനങ്ങൾ ഉയർത്തുന്നതും താക്കീത് നൽകുന്നതും. രാജസ്ഥാനിലെ ബിക്കാനീറിൽ നടന്ന പരിപാടിയിൽ ആയിരങ്ങളാണ് പ്രധാനമന്ത്രിയെ ശ്രവിക്കാനെത്തിയത്. भारत माता की, भारत माता की, भारत
माता की। वंदे 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 वंदे। ജനം, ഡൽഹി. ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കാൻ ആദ്യ സംഘം ജപ്പാനിൽ. JDU MP സഞ്ജയ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ജപ്പാനിലെത്തിയത്. പ്രതിനിധി സംഘം വിദേശകാര്യമന്ത്രിയെയും പാർലമെന്റ് അംഗങ്ങളെയും സന്ദർശിക്കും. ഭീകരതയെക്കുറിച്ചുള്ള കേന്ദ്ര സർക്കാരിന്റെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും നിലപാടും ഓപ്പറേഷൻ സിന്ദൂറും വിവരിക്കുകയും ചെയ്യും. ജപ്പാനിലെത്തിയ പ്രതിനിധി സംഘം ഗാന്ധി പ്രതിമയിൽ പുഷ്പാഞ്ജലി അർപ്പിച്ചു. ഡൽഹിയിൽ വൻ സ്ഫോടനം നടത്താനുള്ള ISIയുടെ പദ്ധതി പൊളിച്ച് രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ. നേപ്പാളുകാരനായ അൻസാരുൽ മിയ അൻസാരിയാണ് പദ്ധതി തയ്യാറാക്കിയത്. അൻസാരി ജനുവരിയിൽ പിടിയിലായതോടെ പദ്ധതി പാളുകയായിരുന്നു. പിടിയിലായ ബ്ലോഗർമാർക്ക് അൻസാരിയുമായി അടുത്ത ബന്ധമുണ്ടെന്ന തെളിവുകൾ കേന്ദ്ര ഏജൻസികൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഡൽഹിയിലെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളിലും തിരക്കുള്ള മാർക്കറ്റുകളിലും വൻ സ്ഫോടനം നടത്താനായിരുന്നു പാക് ചാരസംഘടനയായ ISI പദ്ധതിയിട്ടത്. ഡൽഹിയിലെ സൈനിക ക്യാമ്പുകളുടെ അടക്കം വിവരം ഇവർ ശേഖരിച്ചിരുന്നു. ഈ നീക്കമാണ് രഹസ്യാന്വേഷണ വിഭാഗങ്ങളുടെ ഇടപെടൽ മൂലം പൊളിഞ്ഞത്. കഴിഞ്ഞ ദിവസം ഭാരതം പുറത്താക്കിയ പാക് ഹൈക്കമ്മീഷനിലെ ഉദ്യോഗസ്ഥൻ മുസഫീലിനും ഇതിൽ പങ്കുണ്ടെന്നാണ് അന്വേഷണ സംഘം ചൂണ്ടിക്കാട്ടുന്നത്. നേപ്പാൾ പൗരനായ അൻസാരുൽ മിയ അൻസാരിയാണ് പദ്ധതി തയ്യാറാക്കിയത്. ഇയാൾ ഈ വർഷം ആദ്യം ഡൽഹിയിൽ പിടിയിലായിരുന്നു. ഖത്തറിൽ വെച്ചാണ് ISI ഇയാളെ കണ്ടുമുട്ടി ധാരണയിലെത്തിയത്. അടുത്തിടെ രാജ്യത്ത് പിടിയിലായ പല ബ്ലോഗർമാരും ഈ പദ്ധതിയുടെ ഭാഗമായിരുന്നുവെന്നും അന്വേഷണ സംഘങ്ങൾ വ്യക്തമാക്കുന്നു. ജനം, ഡൽഹി. പാക് സൈനിക മേധാവിക്കെതിരെ വിദേശകാര്യമന്ത്രി S ജയശങ്കർ. അസീം മുനീർ മത തീവ്രവാദിയാണെന്ന് S ജയശങ്കർ പറഞ്ഞു. പഹൽഗാം കൂട്ടക്കൊലയിൽ സൈനിക മേധാവിക്കും പങ്കുണ്ട് എന്നും വിദേശകാര്യമന്ത്രി വ്യക്തമാക്കി. ഏപ്രിൽ 16 ഇസ്ലാമാബാദിൽ ഓവർസീസ് പാകിസ്ഥാന്റെ കോൺക്ലേവിൽ ജനറൽ അസീം മുനീർ നടത്തിയ പ്രസംഗം വിവാദമായിരുന്നു. മുസ്ലിങ്ങൾക്ക് ഹിന്ദുക്കൾക്കൊപ്പം ജീവിക്കാൻ കഴിയില്ലെന്ന മുസ്ലിം ലീഗ് നേതാവ് ജിന്നയുടെ ആശയങ്ങൾ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയായിരുന്നു മുനീർ. ഇതിന് പിന്നാലെയാണ് പഹൽഗാമിൽ 26 പേരെ ഇസ്ലാമിക ഭീകരർ മതം ചോദിച്ച് കൊലപ്പെടുത്തിയത്. ഈ സാഹചര്യത്തിലാണ് ഭീകരാക്രമണത്തിൽ പാക് പട്ടാള മേധാവിക്ക് നേരിട്ട് പങ്കുണ്ടെന്ന് വിദേശകാര്യമന്ത്രി ഡോക്ടർ ജയശങ്കറിന്റെ പ്രസ്താവന. മതപരമായ ആക്രമണമാണ് പഹൽഗാമിൽ ഉണ്ടായതെന്നും ജനറൽ മുനീർ ഒരു മതഭ്രാന്തനാണെന്നും ഡോക്ടർ ജയശങ്കർ പറഞ്ഞു. ഒരു വിദേശ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ജയശങ്കറിന്റെ പ്രസ്താവന. ജനം, ഡൽഹി. ജമ്മുകശ്മീരിൽ കിഷ്ത്വാർ മേഖലയിൽ ഭീകരരും ഭാരത സൈന്യവും തമ്മിൽ ഏറ്റുമുട്ടൽ. ആക്രമണത്തിൽ 2 ഭീകരരെ സൈന്യം വധിച്ചു. പരിക്കേറ്റ ഒരു സൈനികൻ വീരമൃത്യു വരിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ്. ജിഷ്ണു, ഈ ഒരു പ്രദേശത്ത് ഏറ്റുമുട്ടൽ തുടരുകയാണ്. മറ്റ് വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? കിഷ്ത്വാറിൽ നിന്ന് പുലർച്ചെ മുതൽ സൈന്യവും ഭീകരരും തമ്മിലുള്ള ഏറ്റുമുട്ടലും പരിശോധനയും തുടരുകയായിരുന്നു. അതിൽ ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരപ്രകാരം 2 ഭീകരരെ സൈന്യം വധിച്ചിട്ടുണ്ട്. കൂടാതെ ഒരു ജവാൻ വീരമൃത്യു വരിച്ചു. മേഖലയിൽ ഇപ്പോഴും പരിശോധന തുടരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടുതൽ സേനാവിന്യാസം നടത്തിയിട്ടുണ്ട്. ഭീകരർ തമ്പടിച്ചിട്ടുണ്ടെന്ന രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് രാഷ്ട്രീയ റൈഫിൾസ് യൂണിറ്റും കൂടാതെ CRPF-ഉം ജമ്മു കശ്മീർ പോലീസും കിഷ്ത്വാർ മേഖലയിൽ നിന്ന് പുലർച്ചെയോടെ പരിശോധന ആരംഭിച്ചത്. തുടർന്ന് ഭീകരരുമായി ഏറ്റുമുട്ടൽ ഉണ്ടാകുകയും ഏറ്റുമുട്ടലിനൊടുവിൽ മണിക്കൂറുകൾ നീണ്ട ഏറ്റുമുട്ടലിനൊടുവിലാണ് 2 ഭീകരരെ വധിച്ചിട്ടുള്ളത്. ആയുധങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട്. മേഖലയിൽ കൂടുതൽ ഭീകരരുണ്ട് എന്ന നിഗമനത്തിലാണ് സുരക്ഷാ സേന ഉള്ളത്. അതുകൊണ്ട് പ്രദേശത്തേക്ക് കൂടുതൽ സേനാവിന്യാസം നടത്തിയിട്ടുണ്ട്. പരിശോധന തുടരുകയാണ്. ജമ്മു കശ്മീരിലുടനീളം ഭീകരവിരുദ്ധ പോരാട്ടം, ഭീകരവിരുദ്ധ നടപടികൾ സൈന്യം ശക്തമാക്കിയിരിക്കുകയാണ്. ജമ്മു കശ്മീരിനകത്ത് ഭീകരരെ ഉപയോഗിച്ചുകൊണ്ട് സ്ഫോടനം നടത്താനുള്ള ആസൂത്രണം ലഷ്കർ-ഇ-തോയ്ബയും പാക് ചാരസംഘടനയായിട്ടുള്ള ISIയും നടത്തിയിട്ടുണ്ട് എന്ന റിപ്പോർട്ട് നേരത്തെ തന്നെ ആഭ്യന്തര മന്ത്രാലയത്തിനും സുരക്ഷാ സേനയ്ക്കും ലഭിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഭീകരവിരുദ്ധ നടപടികളും പരിശോധനയും ഓപ്പറേഷനും ജമ്മു കശ്മീരിന്റെ വിവിധ മേഖലകളിൽ പുരോഗമിക്കുകയാണ്. കിഷ്ത്വാറിൽ ഇന്ന് പുലർച്ചെ മുതലാണ് പരിശോധനയും ഏറ്റുമുട്ടലും ഉണ്ടായത്. 2 ഭീകരരെ വധിച്ചു. ഒരു ജവാൻ വീരമൃത്യു വരിച്ചിട്ടുണ്ട്. ദേവിക. ജിഷ്ണു, ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റ് വേട്ട കൂടി നടക്കുന്ന ഒരു സാഹചര്യമുണ്ടല്ലോ. കഴിഞ്ഞ മണിക്കൂറുകളിൽ ഒരു മാവോയിസ്റ്റ് ഭീകരനെ വധിച്ചിരുന്നു സുരക്ഷാ സേന. അതോടൊപ്പം തന്നെ ആയുധങ്ങൾ അടക്കം പിടിച്ചെടുത്തിട്ടുണ്ട്.
ദേവിക, ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റ് വിരുദ്ധ പോരാട്ടം ശക്തമാക്കുകയാണ്. 2026 മാർച്ചോടുകൂടി രാജ്യത്ത് നിന്ന് തന്നെ ചുവപ്പൻ ഭീകരത പൂർണ്ണമായും തുടച്ചു നീക്കുമെന്ന പ്രഖ്യാപനം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നടത്തിയിരുന്നു. അതിന്റെ ഭാഗമായി ഛത്തീസ്ഗഡിൽ കഴിഞ്ഞ ദിവസം ബസ്തർ മേഖലയിൽ 72 മണിക്കൂർ നീണ്ടുനിന്ന മാവോയിസ്റ്റ് വിരുദ്ധ പോരാട്ടം നടത്തിയിരുന്നു. പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു. അതിനിടയിലാണ് ഇന്നിപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് ഭീകരനെ കൂടി സൈന്യം വധിച്ചു എന്നുള്ളതാണ്. ഒന്നുകിൽ ആയുധം വെച്ച് കീഴടങ്ങുക, അതല്ലെങ്കിൽ ശക്തമായ നിയമ നടപടിക്ക് വിധേയമാവുക എന്ന മുന്നറിയിപ്പ് നൽകിക്കൊണ്ടാണ് സൈന്യവും ഒപ്പം CRPFന്റെ കോബ്ര യൂണിറ്റും ഛത്തീസ്ഗഡ് പോലീസിന്റെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സും ഛത്തീസ്ഗഡിന്റെ വിവിധ മേഖലകളിൽ പ്രത്യേകിച്ച് മാവോയിസ്റ്റ് സാന്നിധ്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള നാരായൺപൂർ, സുഗ്മ, ദന്തേവാഡ തുടങ്ങിയിട്ടുള്ള മേഖലകളിൽ പരിശോധനകൾ ശക്തമാക്കിയിട്ടുള്ളത്. അമൃത് ഭാരത് പദ്ധതി പ്രകാരം നവീകരിച്ച 103 റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു. കേരളത്തിലെയും പുതുച്ചേരിയുടെ പരിധിയിൽ വരുന്ന മാഹിയിലേതടക്കം 18 സംസ്ഥാനങ്ങളിലെ റെയിൽവേ സ്റ്റേഷനുകൾ രാജസ്ഥാനിലെ ബിക്കാനേറിൽ നടന്ന ചടങ്ങിൽ വെർച്വലായാണ് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത്. ചടങ്ങിൽ 26,000 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്കും പ്രധാനമന്ത്രി തറക്കല്ലിട്ടു. 18 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി 86 ജില്ലകളിലെ 103 അമൃത് സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി നാടിന് സമർപ്പിച്ചു. 1100 കോടിയിലധികം രൂപ ചെലവിട്ടാണ് കേരളത്തിലെ അടക്കം റെയിൽവേ സ്റ്റേഷനുകളുടെ വികസനം അമൃത് പദ്ധതിക്ക് കീഴിൽ സാധ്യമാക്കിയത്. രാജസ്ഥാനിലെ ബിക്കാനീറിൽ നടന്ന പൊതുപരിപാടിയിൽ വെച്ച് മറ്റു സ്റ്റേഷനുകളുടെ ഉദ്ഘാടനം വെർച്വലായാണ് പ്രധാനമന്ത്രി നിർവഹിച്ചത്. കോടി രൂപയുടെ ഒന്നിലധികം വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തറക്കല്ലിട്ടു. വികസിത ഭാരതം സാധ്യമാക്കുവാനുള്ള മഹായജ്ഞമാണ് രാജ്യത്ത് നടക്കുന്നതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. വന്ദേ ഭാരത്, അമൃത് ഭാരത്, നമോ ഭാരത് ട്രെയിനുകൾ രാജ്യത്തിന്റെ പുതിയ വേഗതയെയും പുരോഗതിയെയും സൂചിപ്പിക്കുന്നതായി അദ്ദേഹം കൂട്ടിച്ചേർത്തു. आज भारत अपनी ट्रेनों के नेटवर्क को भी आधुनिक कर रहा है. ये वंदे भारत ट्रेनें, अमृत भारत ट्रेनें, नमो भारत ट्रेनें ये देश की नई गति और नई प्रगति को दर्शाती है. ബിക്കാനീറിലെ കർണിമാതാ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ പ്രധാനമന്ത്രി ബിക്കാനീർ മുംബൈ എക്സ്പ്രസ് ട്രെയിനിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മവും നിർവഹിച്ചു. ജനം, ഡൽഹി. വഖഫ് നിയമം ചോദ്യം ചെയ്തുള്ള ഹർജികൾ സുപ്രീം കോടതി ഇടക്കാല ഉത്തരവിനായി മാറ്റി. വഖഫ് ഭേദഗതി നിയമത്തിൽ ഭരണഘടനാ വിരുദ്ധതയില്ല എന്ന് സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാർ ആവർത്തിച്ചു. നിയമം റദ്ദാക്കണമെന്ന ആവശ്യത്തിന് അടിസ്ഥാനമില്ലെന്നും കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. വഖഫ് ഭേദഗതി നിയമം സ്റ്റേ ചെയ്യണമെന്ന ആവശ്യത്തിൽ 3 ദിവസത്തെ വാദം പൂർത്തിയായി. വിധി എപ്പോൾ പറയുമെന്ന് കോടതി വ്യക്തമാക്കിയിട്ടില്ല. 2013 വരെയുള്ള നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഏതൊരാൾക്കും വഖഫ് നൽകാമെന്ന വ്യവസ്ഥ ഒഴിവാക്കിയതെന്ന് കേന്ദ്ര സർക്കാരിന് വേണ്ടി സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത ചൂണ്ടിക്കാട്ടി. ശരീഅത്ത് നിയമവും വഖഫും ബാധകമാകണമെങ്കിൽ ഇസ്ലാം മത വിശ്വാസിയാണെന്ന് തെളിയിക്കണം. വഖഫ് നിയമത്തിൽ നിർവചിച്ച പട്ടികവർഗ മേഖലയിലെ ജനവിഭാഗങ്ങളുടെ സ്വത്ത് സംരക്ഷണം ഭരണഘടനാപരമാണെന്നും കേന്ദ്ര സർക്കാർ പറഞ്ഞു. സുപ്രീം കോടതി മുൻകാല വിധിയിലൂടെ ഇക്കാര്യം അംഗീകരിച്ചിട്ടുണ്ട്. പട്ടികവർഗ മേഖലയിലെ ഭൂമി കൈമാറ്റത്തിന് സംസ്ഥാന നിയമങ്ങളുടെ വിലക്കുണ്ട്. എന്നാൽ വഖഫായി മാറ്റിയാൽ മുത്തവലിയുടെ താൽപര്യാനുസൃതം ഭൂമി കൈകാര്യം ചെയ്യാനാകും. മതവിശ്വാസം പാലിക്കുന്നവർക്ക് മാത്രമേ വഖഫ് നൽകാനാവൂ എന്നതും നിയമാനുസൃതമാണ്. വഖഫ് തട്ടിപ്പ് ഒഴിവാക്കുന്നതിനായാണ് ഈ നടപടിയെന്നും കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ ചൂണ്ടിക്കാട്ടി. വഖഫ് മതേതര ആശയമാണെന്നും അതിനാൽ അത് സ്റ്റേ ചെയ്യരുതെന്നും ഭരണഘടനാപരമായ എല്ലാ അവകാശങ്ങളും സംരക്ഷിച്ചാണ് നിയമനിർമ്മാണമെന്നും സോളിസിറ്റർ ജനറൽ ബോധിപ്പിച്ചു. നിയമം സ്റ്റേ ചെയ്യണമെന്ന ആവശ്യത്തിന് അടിസ്ഥാനമില്ലെന്നും കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ നിലപാടെടുത്തു. ജനം, ഡൽഹി. ഭീകരതയും ചർച്ചയും ഒരുമിച്ച് വേണ്ട എന്ന് ഭാരതം. ഭീകരരെ വിട്ടു നൽകാതെ പാകിസ്ഥാനുമായി ഉഭയകക്ഷി ചർച്ച സാധ്യമല്ല എന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ. ജമ്മുകശ്മീരിൽ പാകിസ്ഥാൻ അനധികൃതമായി കൈവശപ്പെടുത്തിയ ഭൂമി വിട്ടു നൽകണം. ലോകം ഭീകരതയ്ക്കെതിരെ ഒരുമിച്ച് നിൽക്കണമെന്നും രൺധീർ ജയ്സ്വാൾ ഡൽഹിയിൽ ആവശ്യപ്പെട്ടു. പാകിസ്ഥാനും ഭീകരതയ്ക്കുമെതിരെയുള്ള ഭാരതത്തിന്റെ നിലപാട് വ്യക്തമാക്കുന്നതാണ് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാളിന്റെ പ്രതികരണം. ഭീകരതയും ചർച്ചയും ഒരിക്കലും ഒരുമിച്ച് നടക്കില്ല. അതുകൊണ്ട് തന്നെ വർഷങ്ങൾക്ക് മുൻപ് നൽകിയിട്ടുള്ള പട്ടിക പ്രകാരം ഭീകരരെ വിട്ടുനൽകാതെ ഇനി പാകിസ്ഥാനുമായി ചർച്ച സാധ്യമല്ല. പാകിസ്ഥാൻ അനധികൃതമായി കൈവശപ്പെടുത്തിയ ഭൂപ്രദേശം വിട്ടുനൽകണമെന്ന് മാത്രമാണ് ജമ്മു കശ്മീരിൽ ചർച്ച ചെയ്യാനുള്ളതെന്നും രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. भारत ने जो एक लिस्ट दिया था पाकिस्तान को कुछ साल पहले, उस लिस्ट में कई एक टेररिस्ट थे. उनको कब वो भारत को हवाले कर रहे हैं, इस बात पे बात होगी. जहाँ तक बायलैटरल डिस्कशन, दो पक्षीय डिस्कशन, बातचीत की बात है, जम्मू कश्मीर के मामले में उस पर सिर्फ और सिर्फ एक ही बात पर बातचीत होगी, वो है कि
जो इलीगल तरीके अवैध तरीके से पाकिस्तान जो भारतीय भूमि को कब्जा कर रखा है उसको जल्द से जल्द उसको वेकेट करे। പാകിസ്ഥാൻ ഭീകരവാദത്തിന് പിന്തുണ അവസാനിപ്പിക്കുന്നതുവരെ സിന്ധു നദീജല കരാർ റദ്ദാക്കിയ നടപടി പിൻവലിക്കില്ല. വെള്ളവും രക്തവും ഒരുമിച്ചൊഴുകാനാകില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഭീകരതയ്ക്കെതിരെ പോരാടാനുള്ള ദൃഢനിശ്ചയത്തിന്റെ ഭാഗമായാണ് 7 പ്രതിനിധി സംഘങ്ങൾ വിദേശ രാജ്യങ്ങളിൽ പര്യടനം നടത്തുന്നത്. പാകിസ്ഥാൻ ഭീകരവാദത്തിന് പിന്തുണ നൽകുന്നത് തുറന്നു കാണിക്കുന്നതോടൊപ്പം ഭീകരതയ്ക്കെതിരെ ഒരുമിച്ച് നിൽക്കണമെന്ന സന്ദേശവും ഭാരതം നൽകും. We want the world to come together to fight terrorism tooth and nail in all its forms and manifestations. We want to exhort the world to hold those responsible for cross-border terrorism accountable. Those have been practicing it for the last 40 years against India, that is Pakistan. പാകിസ്ഥാനുമായുള്ള പ്രശ്നം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഭാരതത്തിന് അറിയാമെന്നും മൂന്നാമതൊരു കക്ഷിയുടെ ഇടപെടൽ ആവശ്യമില്ലെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ജനം, ഡൽഹി. പലസ്തീൻ അനുകൂല മുദ്രാവാക്യം മുഴക്കി അമേരിക്കയിലെ ഇസ്രായേൽ എംബസി ഉദ്യോഗസ്ഥരെ വെടിവെച്ചു കൊന്നു. വാഷിംഗ്ടൺ DC-യിലെ ജൂത മ്യൂസിയത്തിന് സമീപത്താണ് സംഭവം ഉണ്ടായത്. കർശന നടപടിയെടുക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. പാലസ്തീന് സ്വാതന്ത്ര്യം വേണമെന്ന മുദ്രാവാക്യം മുഴക്കിയാണ് ആക്രമണം നടത്തിയത്. മ്യൂസിയത്തിലേക്ക് അതിക്രമിച്ചു കടക്കാൻ ശ്രമിച്ച ഏലിയാസ് റോഡ്രിഗസ് ആണ് ആക്രമണം നടത്തിയത്. അമേരിക്കയിലെ ഷിക്കാഗോ സ്വദേശിയാണ് ഇയാൾ. വാഷിംഗ്ടണിലെ ജൂത മ്യൂസിയത്തിൽ പൊതുചടങ്ങിനെത്തിയതിനു ശേഷം തിരിച്ചു പോവുകയായിരുന്ന 2 പേരെയാണ് കൊലപ്പെടുത്തിയത്. വിവാഹിതരാകാൻ തീരുമാനിച്ച 2 പേരാണ് കൊല്ലപ്പെട്ടതെന്ന് ഇസ്രായേൽ എംബസി അറിയിച്ചു. സംഭവത്തിൽ കർശന നടപടിയെടുക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചിട്ടുണ്ട്. യഹൂദർക്കെതിരായ ആക്രമണങ്ങളെ അംഗീകരിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ആക്രമണത്തിന് പിന്നിലുള്ളവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും പറഞ്ഞിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.